വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. റമദാനൊക്കെ ആയിട്ട് നമുക്കൊന്ന് പുറത്ത് പോകണ്ടേ, അപ്പം ഞങ്ങൾ വിചാരിച്ചു കരാമ വരെ പോയിട്ട് വരാമെന്ന്. ഞാൻ ദുബായി വന്നിട്ട് ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇങ്ങനെ രാത്രി പെരുന്നാളിൻ്റെ സമയത്തൊക്കെ പോണത്. പക്ഷേ രാത്രി ഇങ്ങനെ പോകുമ്പോൾ നല്ല രസമാണ് കേട്ടോ. ഫുൾ ലൈറ്റും എല്ലാ കടകളും ഓപ്പൺ ചെയ്തിട്ട് നല്ല രസമാണ് കാണാനായിട്ട്. പിന്നെ ഈ സമയമൊക്കെ ആകുമ്പോൾ അത്യാവശ്യം നല്ല തിരക്കും ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ ഇൻസ്റ്റഗ്രാം റീൽസിലായാലും കരാമയിലത്തെ കുറേ വീഡിയോസൊക്കെ കണ്ടിരുന്നു. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഒരു 12 മണി 12:30 ആയിരുന്നേ. ഇങ്ങനെ റോഡ് സൈഡിലായാലും കുറേ കടകൾ നമ്മുടെ നാട്ടിലൊക്കെ പോലെ ഉപ്പിലിട്ടതും അങ്ങനെ കുറേ സാധനങ്ങൾ വിൽക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ ഇവിടെ ഞങ്ങൾ കുറച്ച് നേരം ഇരുന്നപ്പോഴേക്കും അപ്പുറത്തെ സൈഡിലായിട്ട് കുറേ ചേട്ടന്മാർ പാട്ടൊക്കെ പാടുന്നുണ്ടായിരുന്നേ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഒരു അടിപൊളി വൈബും കിട്ടും. നല്ല രസമല്ലേ ഇങ്ങനെ സോങ്സൊക്കെ കേട്ട് രാത്രി ഇങ്ങനെ ഇരിക്കാനായിട്ട്. അപ്പോഴേക്കും അരുൺ ചേട്ടന് എന്തോ ഒരു സാധനം വാങ്ങിച്ചു കൊണ്ടുവന്നു. ഇതിൻ്റെ പേര് എനിക്ക് കിട്ടില്ല, അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. ഞാൻ ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കിയായിരുന്നു, പക്ഷേ എനിക്കത് അത്ര പിടിച്ചില്ല. പൊതുവെ ഈ മധുരത്തോട് അത്ര താല്പര്യം ഇല്ലാത്തതിനാൽ നമുക്കത് അത്ര ഇഷ്ടമായില്ല. പിന്നെ ബാക്കിയുള്ളവരൊക്കെ കഴിച്ചിട്ടോ. ഇവളതിനെ ഫുഡ് കഴിക്കാനും സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് അരുൺ ചേട്ടൻ നോക്കണ്ടായിരുന്നത്. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. അടുത്ത കടയിൽ പോകണ്ടേ. ആ പോകുന്ന വഴിയിലുള്ള തട്ടുകടയിലെല്ലാം ഒരേന്ന് കഴിച്ച് നോക്കിയിട്ടാണ് കേട്ടോ പോകുന്നത്. പിന്നെ കുട്ടി സംഘം നമ്മുടെ ഒപ്പം ഉള്ളതിനാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണ്ടി വരും. കമ്പനിയിലത്തെ ആരോ കണ്ടിട്ട് വിളിക്കണതാണ് കേട്ടോ അത്. അങ്ങനെ അവിടെ നിന്ന് തേരാപ്പാര നടന്നിട്ടൊക്കെ പയ്യെ ഞങ്ങൾ അടുത്ത കടയിലേക്ക് പോയായിരുന്നേ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വീട്ടിൽ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അത് കാരണം അത്ര വിശപ്പുണ്ടായിരുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് സമിതീച്ച് കാണിച്ചു തന്ന ഏതോ ഡ്രസ്സ് കടയാണ് കേട്ടോ. ഡ്രസ്സ് കണ്ട് നമുക്ക് പിന്നെ പ്രാന്താണല്ലോ. അങ്ങനെ ഒരു കടയിൽ കയറിയിട്ട് അവിടെ നിന്ന് ഉപ്പിലിട്ടത് എന്തോ വാങ്ങിച്ചായിരുന്നേ. അതിൻ്റെ ഇടയ്ക്ക് 2 മിഠായി. എനിക്കിത് കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലത്തെ ബീച്ചൊക്കെ ആയിട്ട് ഓർമ്മ വന്നത്. ഇതുപോലെ ഉപ്പിലിട്ടതൊക്കെ നമുക്ക് കിട്ടില്ലേ. അങ്ങനെ ജാനിക്കുട്ടി എന്തോ ചൂണ്ടിക്കാണിച്ചു. അങ്ങനെ അവൾക്കും കൊടുത്തു. അങ്ങനെ ആ കടയിൽ കുറച്ച് നേരം വായ നോക്കി നിന്നപ്പോഴാണ് ഗൈസ് ഒരു ചേട്ടൻ എൻ്റെ കയ്യിൽ എന്തോ വെച്ചോന്നു. ഞാൻ ഏതോ ലോകത്തായിരുന്നു. ഞാനത് വാങ്ങും ചെയ്തു. സംഭവമൊന്നുമില്ല, ഫ്രൂട്ട്സൊക്കെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും എന്തൊക്കെയോ വിതറിയിട്ട് ആ ചേട്ടൻ എൻ്റെ കൈ വെച്ചിട്ട് പോയി. ഇതെന്താ ഇതിപ്പോ ഞാൻ വെട്ടാ ഞാൻ വിചാരിച്ചു അയാൾ എനിക്ക് ഫ്രീ ആയിട്ട് തന്നതാണ്. എവിടെ അയാൾ കാശെടുത്തു ഗൈസ്. പിന്നെന്തായാലും ഒരാൾ നമുക്ക് തന്നതല്ലേ, ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊന്ന് ട്രൈ ചെയ്തു. പക്ഷെ എനിക്ക് പിടിച്ചില്ല. ഫ്രൂട്ട്സ് മാത്രം ഇങ്ങനെ കട്ട് ചെയ്ത് കഴിക്കാൻ പറ്റും, പക്ഷെ ഇതിൽ ഇങ്ങനെ മുളക് പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് ആ ടേസ്റ്റ് എനിക്ക് പിടിച്ചില്ല. അത് ഞാൻ അപ്പം തന്നെ അരുൺ ചേർന്ന് കൊടുത്തിട്ടോ. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിച്ച സാധനം കളയാൻ പറ്റില്ലല്ലോ. ഈ സമയത്തൊക്കെ എല്ലാ കടയിലും ഫുള്ളായിരുന്നേ. നല്ല തിരക്കായിരുന്നു കേട്ടോ.
കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴേക്കും ഫുഡ് കഴിച്ചതൊക്കെ ദഹിച്ചു പോയോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. ഒന്നില്ലെങ്കിൽ ഫുഡ്, ഒന്നില്ലെങ്കിൽ ഡ്രസ്സ്, ഇതിലേതൊക്കെ നമുക്ക് വേണം. അങ്ങനെ അപ്പുറത്തൊരു ഡ്രസ്സ് കട കണ്ടെങ്കിൽ നമ്മൾ അവിടെ കയറിയില്ല, ഞങ്ങൾ അതിൽ കയറ്റിയില്ല. പിന്നെയും ഏതോ കടയിൽ കയറി കുറച്ച് മിഠായിയൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ അങ്ങോട്ട് നടന്നിട്ടാ. അങ്ങനെ അവിടെ നിന്ന് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു സംഭവം കണ്ടത്. മൈക്കിൾ കോഴ്സിൻ്റെയും എൽവിയുടെ ബാഗൊക്കെ ഇല്ലേ ഡ്യൂപ്ലിക്കേറ്റ് ഇരിക്കണ നോക്കിയേ. എല്ലാ ബ്രാൻഡിൻ്റെയും സാധനങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നേ. പിന്നെ അവിടെ കുറച്ച് നേരം തേരാപ്പാര നടന്ന് പിന്നെ എവിടെയോ ലേറ്റൊക്കെ കണ്ടപ്പോൾ അവിടെ ജസ്റ്റ് കയറി. അവിടെ കുറേ ചേട്ടന്മാർ കളിക്കായിരുന്നു. പിന്നെന്താ അവിടെ കുറച്ച് നേരം കത്തിയൊക്കെ വെച്ചിരുന്നു, സംസാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയിരുന്നു കേട്ടോ. അവിടെ നിന്ന് ഇറങ്ങി ഇങ്ങനെ നടക്കുന്ന വഴിയിലാണ് അവിടെ കോണിൽ അതിങ്ങനെ വിൽക്കണുണ്ടായിരുന്നു. അപ്പം പിന്നെ അത് ചുടണുണ്ടായിരുന്നു, അങ്ങനെ ജസ്റ്റ് പുഴുങ്ങണുണ്ടായിരുന്നു. അപ്പം പിന്നെ അതും വാങ്ങിച്ചു. പയ്യെ അവിടെ നിന്ന് ഇറങ്ങി. ഇതായിരുന്നു നമ്മുടെ കുട്ടി റമദാൻ വ്ലോഗ്. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ വീഡിയോ. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കൂ. എൻ്റെ വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ എൻ്റെ വീഡിയോസ് കാണാൻ ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.